ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. ഇന്ന് പാലക്കാട് വെച്ചിട്ട് ഒരു വീഡിയോ ഒരാളെടുത്തത് അങ്ങോട്ട് വൈറലാവാൻ കാരണം വേറൊന്നുമല്ല. റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു താത്ത നിസ്കരിക്കുകയായിരുന്നു കേട്ടോ. നിസ്കാര പായൊക്കെ വിരിച്ച് ശരിക്കും നിസ്കാര കുപ്പായമൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു താത്ത അവിടെ നിസ്കരിക്കുന്നത്. അപ്പോൾ ഈ നിസ്കാരം എന്തിൻ്റെ പേരിലാണെന്ന് അറിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവർക്ക് കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, സ്വത്ത് തർക്കം എന്തൊക്കെയോ ഉണ്ട് അത്രേ. അപ്പോൾ അത് നടക്കാനായിട്ട് ഇത് ഏതൊരു വഴിക്കും നടക്കുന്നില്ല. ഇവർ കേസ് കൊടുത്തിരുന്നു, അതൊന്നും ഒരു തരത്തിലും മുന്നോട്ട് പോകുന്നില്ല അത്രേ. എന്നാൽ പിന്നെ നടു റോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ ലോക ജനങ്ങൾ അത് ഏറ്റെടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു നീതി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു സ്ത്രീ അവിടെ നിസ്കരിക്കാനായിട്ട് വന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടു റോട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന ഒരു നിസ്കാരം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഒരു 5 വക്കത്ത് നിസ്കരിക്കാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളിങ്ങനെ കേട്ട് പരിചയമുള്ള ഒരു കാര്യമാണല്ലോ ഇതൊക്കെ. പക്ഷേ ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. സുബഹി, ലുഹർ, അസർ, മഗ്രിബ്, അതുപോലെ തന്നെ ഇഷ, ഈ 5 വക്കത്ത്, ഈ 5 നിസ്കാരമാണ് ശരിക്കും ഒരു യഥാർത്ഥ മുസ്ലിം ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ലെങ്കിൽ എനിക്കറിയാവുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു പുണ്യമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ടെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ഇതില്ലേ, നിസ്കാര കുപ്പായത്തെ അത്രയും പുണ്യമായി കാണുന്നൊരു വ്യക്തിയാണ് കേട്ടോ. അതും എടുത്തിട്ട് ഒരു ലേഡി ആ ഒരു വൃത്തിയില്ലാത്ത ആൾക്കാരൊക്കെ തുപ്പുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ ഒരു എന്താ പറയുക, നമ്മൾ നിസ്കരിക്കുന്ന ആ ഒരു ഇതില്ലേ, അതൊക്കെ കൊണ്ടുവച്ചിട്ട് അവർ നിസ്കരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്ത് കാര്യസാധ്യത്തിനായാലും നമ്മൾ കുറേ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവരെ ഇത്രത്തോളം ഇവരിങ്ങനെ ചിന്തിച്ച് ഈ ബുദ്ധിയില്ലാത്ത രീതിയിലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദി ഈ സ്ത്രീയുടെ ഫാമിലി തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം വേറൊന്നുമല്ല, ഇവർ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഈ ഒരു സ്വത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് എന്താണോ ഏതാണോ നമുക്കറിയില്ല. എന്തായാലും ഫാമിലിയിൽ നിന്ന് കിട്ടാത്ത ഒരു കാര്യം നാട്ടുകാരിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ അവർ വന്നിരിക്കുന്നത്. പോലീസിനെ വിളിക്കുക എന്നാണ് അവർ പറയുന്നത്. വീട്ടുകാരിൽ നിന്ന് കിട്ടാത്ത ആ ഒരു കാര്യം പോലീസിൽ നിന്നുള്ള നീതി കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ സ്ത്രീ അവിടെ വന്നിരിക്കുന്നത്. പക്ഷേ എന്ത് തന്നെയായാലും റോഡ് തടസ്സപ്പെടുത്തിയതിനും വാഹനങ്ങളെ പോകാനൊക്കെ ബുദ്ധിമുട്ടാക്കിയതിനൊക്കെ അവിടെ നാട്ടുകാരും പോലീസുകാരും ഒക്കെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെ. പക്ഷേ കാര്യം ഇതും കൊണ്ടൊന്നും തീർന്നില്ല. അതായത് പർദ്ദയെയും അതുപോലെ തന്നെ നിസ്കാരത്തെയും പള്ളിയെയും ബാങ്ക് വിളിയെയും എതിർക്കുന്ന ഒരു കൂട്ടം ആളുകളിലേക്കാണ് ഈ ഒരു വീഡിയോ ചെന്നെത്തിയിരിക്കുന്നത്. മതിയല്ലോ അല്ലേ കാര്യം. ഒരുപാട് നാളത്തേക്ക് ആ വീഡിയോ എടുത്തവർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ താത്താക്ക് സ്വത്ത് മട്ടിയാൽ മതി, എന്നാൽ മറ്റുള്ളവർക്ക് അത് അവരുടെ തന്നെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു നിസ്കാരത്തെയും പള്ളിയെയും ചോദ്യം ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നിടത്തേക്ക് എത്തിച്ചു കാര്യങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വർഗീയതയില്ലാതെ മുന്നോട്ട് പോവുക എന്നത് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ആ സ്ത്രീക്ക് വെളിവില്ലാതെ എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബുദ്ധിയും ബോധമുള്ള ആളുകൾ അത് കാണുന്നവർ ദയവ് ചെയ്തിട്ട് വർഗീയത ഉണ്ടാക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഞാൻ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നതായി കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയില്ലാത്ത ആ ഒരു സ്ത്രീയുടെ, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് എന്തോ കുറേ ആളുകൾ മാനസിക പ്രശ്നമാണെന്ന് പറയുന്നു, കുറേ ആൾക്കാർ അവർക്ക് എന്തോ വിഷമമായിട്ട് അങ്ങനെ ചെയ്തതാണെന്ന് പറയുന്നു. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ ഒരു നിസ്കരിക്കാൻ വുളു എടുത്തിട്ട് നിസ്കരിക്കേണ്ട സ്ഥലം എത്ര വൃത്തിയുള്ളതായിരിക്കണം അല്ലേ. അതുപോലെ തന്നെ
എന്തായാലും ആ നിസ്കാരപ്പായും അതുപോലെ തന്നെ ആ ഒരു വെള്ള വസ്ത്രവും ഞാൻ മാനിക്കുന്നത് കൊണ്ട് എനിക്ക് മാന്യമായിട്ട് തന്നെ പ്രതികരിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ പ്രതികരിക്കുന്ന രീതിയിലുള്ള പ്രതികരണമൊന്നും എൻ്റെ ചാനലിൽ കിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിയില്ലാത്തവർ, ബുദ്ധി കൂടുതൽ അധികമായവർ, അതുപോലെ തന്നെ ചിലപ്പോൾ ഈ സ്വത്തിന് വേണ്ടിയിട്ട് അവരുടെ കണ്ണ് മഞ്ഞളിച്ച് പോയവരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ എന്താ പറയുക, അതൊക്കെ ഒന്ന് തിരുത്തി അല്ലെങ്കിൽ അവരൊന്ന് നേരായി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തെറ്റുകൾ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. എന്തായാലും ആ ഒരു താത്ത തെറ്റുകൾ തിരുത്തുക തന്നെ ചെയ്യുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ആരും ഈ താത്തയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടൊന്നുമില്ല, ഞാനും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അവരുടെ സാഹചര്യം കൊണ്ട് അവരവിടെ വന്നു, ഗതാഗതം മുടക്കി. അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ ശിക്ഷയും അതുപോലെ തന്നെ പോലീസുകാർ അതിൻ്റേതായ കേസും എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനിയെങ്കിലും വീട്ടുകാർ തമ്മിൽ തീർക്കേണ്ട കാര്യങ്ങൾ നടുറോട്ടിൽ വന്ന് തീർക്കാൻ ഇടവരുത്താതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ആക്കുന്നു. നന്ദി, നമസ്കാരം.